യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്നതിനെക്കുറിച്ചാണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്, കർത്താവിൻ്റെ ദിവസമാണ്, പരിശുദ്ധമായിട്ട് ആചരിക്കേണ്ട ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ഞായറാഴ്ചയും കർത്താവിൻ്റെ ദിവസം നമ്മൾ എപ്രകാരമാണ് ചെലവഴിക്കുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും ആത്മപരിശോധന ചെയ്യാം. ദൈവകൽപ്പനകളിൽ മൂന്നാമത്തെ ദൈവത്തിൻ്റെ കൽപ്പനയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. ഇത് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമാണ്. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 13-14 തിരുവചനങ്ങളിൽ സാബത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. എൻ്റെ സാബത്തിനെ നിങ്ങൾ ചവിട്ടി മെതിക്കരുതെന്ന് അവിടെ നമ്മൾ കാണും. എൻ്റെ ആ പ്രിയപ്പെട്ട ദിവസത്തിൽ നിങ്ങളുടെ ഇഷ്ടം അനുവർത്തിക്കുന്നത് നിങ്ങൾ പിന്തിരിയണമെന്നൊക്കെ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. ആ ദിവസത്തെ ബഹുമാന്യമായിട്ടും പരിശുദ്ധമായിട്ടും കണക്കാക്കണം. വ്യർത്ഥഭാഷണത്തിൽ ഏർപ്പെടരുത്, സ്വന്തം താല്പര്യങ്ങളുടെ പുറകെ പോകരുതെന്നൊക്കെ കർത്താവിൻ്റെ വചനത്തിൽ പറയും. 14-ാം തിരുവചനത്തിലാണ് ദൈവം ഒരു പ്രോമിസ് നൽകുകയാണ്, ഒരു വാഗ്ദാനം നൽകുകയാണ്. അങ്ങനെ സാബത്ത് കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, സാബത്ത് ദിവസം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ഇന്നു മുതൽ നമുക്ക് ആചരിക്കാനായിട്ട് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാം. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി സാബത്ത് കൃത്യമായിട്ട് പാലിക്കുന്നതിൻ്റെ ആവശ്യതയെക്കുറിച്ചും ആ മകൾ അത് കൃത്യമായിട്ട് പാലിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയ അത്ഭുതത്തെക്കുറിച്ചും ഒരു സാക്ഷ്യം ഞാൻ യൂട്യൂബിൽ കേൾക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, സാബത്ത് കൃത്യമായിട്ട് ദൈവജനം പാലിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വലിയ വലിയ അത്ഭുതങ്ങളാണ് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള എല്ലാ ഞായറാഴ്ചകളിലും പരിശുദ്ധ കുർബാനയിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക, മുടങ്ങാതെ പങ്കെടുക്കുക. കടമുള്ള ദിവസമാണ്. അതുപോലെ തന്നെ കൂടുതൽ സമയം ദൈവത്തിൻ്റെ വചനം വായിക്കുക, കൂടുതൽ ജപമാലകൾ ചൊല്ലുക, കരുണക്കൊന്ത ചൊല്ലുക, ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒത്തിരി സമയം ചെലവഴിക്കുക. അങ്ങനെ കർത്താവിൽ നമുക്ക് ആനന്ദം കണ്ടെത്താനായിട്ട് പിന്നീട് നമുക്ക് സാധിക്കും. നമുക്ക് ഇന്ന് ഈ കർത്താവിൻ്റെ ദിവസം ഇന്ന് കുറച്ചുകൂടി പ്രാർത്ഥനയിൽ നമുക്ക് ചെലവഴിക്കാം. ഒപ്പം തീരുമാനമെടുക്കാം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ഇനി എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും കൃത്യമായിട്ട് പാലിക്കും. അതിലൂടെ ഒത്തിരി ദൈവം നമ്മെ ഉയർത്തും, വളർത്തും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കാം. ഈ കർത്താവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.